Welcome you all to my teacher YouTube platform. Here in this particular session, we will be discussing SSLC class 10 Kerala syllabus. It's a physics subject. So the first chapter in the physics subject is effects of electric current. ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക്സ് കാര്യങ്ങളും അതിൻ്റെ എഫക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോസസ്സുകളുമാണ് ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. സോ മാഗ്നറ്റിക് എഫക്റ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കില്ല, അതുകൊണ്ടാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്. തേർഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫോർത്ത് വൺ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സോ ഫസ്റ്റ് വൺ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ബേസിക് കാര്യങ്ങൾ, ഇലക്ട്രിക് കറണ്ട് എന്തുവാണെന്നും അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ലാസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും ജൂൾസ് ലോയും എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ കാണും. തുടങ്ങാം നമുക്ക്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. പിക്ചർ കൊടുത്തിട്ടുണ്ട്. മിക്സി ഉണ്ട്, ബാറ്ററി ഇൻവെർട്ടർ ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ. ഇത് ഓവനാണ്, ഇലക്ട്രിക് കുക്കറാണ്, ഇത് ഇലക്ട്രിക് സ്റ്റൗ ആണ് അല്ലേ. All the devices here work using electric current. How do they give different forms of energy? So electric current എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി കൊടുക്കുന്ന എന്ന രീതിയിലാണ് ചോദ്യം കൊടുത്തിരിക്കുന്നത്. ഹാവ് യു ഫെൽറ്റ് ദ സെയിം ഡൗട്ട്? യു മൈറ്റ് ഹാവ് ഫെൽറ്റ് ഇറ്റ്. 10ാം ക്ലാസ്സിലല്ല, അതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നിക്കാണും. 10ാം ക്ലാസ്സിലൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. സോ ഹാവ് യു ആൾസോ ഫെൽറ്റ് ദ സെയിം ഡൗട്ട്? യെസ് എന്ന് നമ്മൾ പറയും. Some electrical devices are shown in the house of the child. What are they? ഇവിടെ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ബൾബ് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫാൻ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബൾബ് ഇവിടെ ഉണ്ട്, ഫാൻ ഇവിടെ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഇലക്ട്രിക് ഓവൻ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഓവൻ. സോ 1 ലൈറ്റ്, 2 ഫാന്, 3 ഇലക്ട്രിക് ഓവൻ. ഫോർത്ത് വൺ നിങ്ങൾക്ക് എഴുതാം, ഇത് ഇൻഡക്ഷൻ സ്റ്റൗ ആണ്. ഇൻഡക്ഷൻ സ്റ്റൗ എഴുതാം 4. ഇത് മിക്സിയാണ്, മിക്സിയാണ്. ഇത് ബാറ്ററിയാണ് 6 1. ഇത് ബാറ്ററിയാണ്, കാര്യം ഇൻവെർട്ടർ ബാറ്ററിയാണത്. ഇൻവെർട്ടർ ബാറ്ററി നിങ്ങൾക്ക് എഴുതാം. 1 2 3 4 5 ഇൻവെർട്ടർ ബാറ്ററി. പിന്നെ ഇതിനകത്ത് വേറെ എന്തുവാ ഉള്ളത്? പിന്നെ ഇതിനകത്താണ്ട് ഇലക്ട്രിക് സ്റ്റൗ വേറൊരു ടൈപ്പും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് അത് കൊടുത്തിരിക്കുന്നത്. ഇതും കറണ്ടിൽ കുത്തിയിരിക്കുകയാണ്, ഇതും കറണ്ടിൽ കുത്തിയിരിക്കുകയാണ്. സോ ഇത് ഇലക്ട്രിക് സ്റ്റൗ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, so it is electrical energy that is giving to the devices. Yes, it is electric energy. But don't they give us different forms of energy? Yes, definitely they are giving different form of energy. Write down the energy changes in them with respect to their use. അതിൻ്റെ എനർജി ചേഞ്ച് നമുക്ക് ഈ ബോക്സ് ഫില്ല് ചെയ്യണം. നമുക്കറിയാം ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെട്ടം കാണാനാണ്. സോ ഇലക്ട്രിക്കൽ എനർജി ഇവിടെ ലൈറ്റ് എനർജി ആയിട്ട് മാറും. ഫാനിൻ്റെ കാര്യം വരുമ്പോഴോ, ഫാനിൻ്റെ കാര്യം വരുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. മിക്സിയുടെ കാര്യം വരുമ്പോഴും മെക്കാനിക്കൽ എനർജി ആയിട്ടൊക്കെ മാറും. കാര്യം അതിനകത്തൊരു ഒരു ബ്ലേഡ് ഇരുന്ന് കറങ്ങിയാണ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് എനർജി ആയിട്ട് മാറും. ഇവിടെ കെമിക്കൽ എനർജി ആയിട്ട് മാറി ഇതിനകത്ത് എനർജി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ബോക്സ് ഫില്ല് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. 1 ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബിൻ്റെ യൂസ് എന്തുവാ? ഇലക്ട്രിക് ബൾബിൻ്റെ യൂസ് എന്ന് പറയുന്നത് ലൈറ്റ് കിട്ടാൻ. ഇവിടെ ടു ഗെറ്റ് ഹീറ്റ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? സോ സിമിലർ വേ നിങ്ങൾക്ക് എഴുതാം, ടു ഗെറ്റ് ലൈറ്റ്. ടു ഗെറ്റ് ലൈറ്റ്. സോ ഇലക്ട്രിക് ബൾബിൻ്റെ പർപ്പസ് ടു ഗെറ്റ് ലൈറ്റ്. എന്ത് എനർജി കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഇലക്ട്രിക്കൽ എനർജി. സോ ഈനെ ഞാൻ ഇവിടെ എഴുതും കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി, ലൈറ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് എനർജി ആയി മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഇൻഡക്ഷൻ കുക്കർ, ഇൻഡക്ഷൻ സ്റ്റൗ, ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾ കാണും. ഇൻഡക്ഷൻ കുക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് ഹീറ്റ്. സോ ഈ ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ടല്ലോ, ഇതിനെ ഇൻഡക്ഷൻ കുക്കർ എന്നും പറയും. ഇൻഡക്ഷൻ കുക്കർ, ഇൻഡക്ഷൻ കുക്കറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഗെറ്റ് ഹീറ്റ്. സ്റ്റോറേജ് ബാറ്ററി, ടു സ്റ്റോർ ഇലക്ട്രിസിറ്റി.
മിക്സിയുടെ പർപ്പസ് എന്തുവാ? മിക്സി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൈൻഡ് ചെയ്യാനും പൗഡർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. സോ ടു ഗ്രൈൻഡ് ആൻഡ് പൗഡർ, അല്ലെങ്കിൽ ടു ഗ്രൈൻഡ് എന്ന് മാത്രം എഴുതിയാലും മതി. ഗ്രൈൻഡ്. പിന്നെ നമ്മൾ എന്തൊക്കെ കണ്ട അവിടെ? മിക്സി കൂടാതെ നമ്മൾ ഇലക്ട്രിക് സ്റ്റൗ കണ്ടു. സോ ഇലക്ട്രിക് സ്റ്റൗവിൻ്റെ പർപ്പസും സെയിം ഇലക്ട്രിക് കുക്കറിൻ്റെ പർപ്പസ് തന്നെയാണ്, ടു ഗെറ്റ് ഹീറ്റ്. പിന്നെ നമ്മളവിടെ ഇലക്ട്രിക് ഫാൻ കണ്ടായിരുന്നു അല്ലേ? സോ ഫാനിൻ്റെ പർപ്പസ് എന്തുവാ? നമുക്കൊരു ചെറിയ ബ്ലോ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വിൻഡ് കിട്ടാൻ വേണ്ടി. അതാണ് ഫാനിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. വിൻഡ്, ടു ഗെറ്റ് വിൻഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടു ഗെറ്റ് ബ്ലോ, എയർ ബ്ലോ എന്ന് നിങ്ങൾക്ക് എഴുതാം. എയർ ബ്ലോ ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് വേണമെങ്കിൽ എഴുതാം. ഓവൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഓവൻ നമ്മൾ കണ്ടില്ലായിരുന്നോ? ഓവൻ ഉപയോഗിക്കുന്നതും ടു ഗെറ്റ് ഹീറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. സോ ഇനി എനർജി കൺവേർഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് ആവും. ഇവിടെയും ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. പിന്നെ സ്റ്റൗവിൻ്റെ കാര്യത്തിലും ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും, ഹീറ്റായിട്ട് മാറും. തീർന്നില്ലേ? പിന്നെ വരുന്നത് സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററിയുടെ കാര്യത്തിൽ ഇലക്ട്രിക്കൽ എനർജി അവിടെ കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഇത് ബേസിക് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആക്ച്വലി ഈ കൺസെപ്റ്റ്. പിന്നെ വരുന്നത് മിക്സിയാണ്. മിക്സിയുടെ കാര്യം എടുത്താലും ഫാനിൻ്റെ കാര്യം എടുത്താലും അത് മെക്കാനിക്കൽ എനർജിയാണ്. സോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഫാനിൻ്റെ കാര്യം എടുത്താലോ സെയിം, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ക്ലിയർ? So it is clear from the table that electrical energy can be transformed into different forms of energy. So you can note this in your book. Electrical energy can be transformed into different forms of energy. The useful form of energy into which a device converts electrical energy, the useful form of energy into which a device converts electrical energy is considered as the effect of electric current on that device. Clear? So on that device, electric current has an effect. So that effect actually used by the device for converting electrical energy to the required energy form. We are familiar with so many electrical devices in our daily life. Write down in your science diary the effect of electric current on each of them. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ടൈപ്പ്, ഇപ്പോൾ ആൾറെഡി നമ്മൾ കണ്ട ലൈറ്റ്, ഫാന്, ഓവന്, ഫ്രിഡ്ജ്, വീട്ടിൽ ഫ്രിഡ്ജില്ലേ, എയർ കണ്ടീഷണർ, AC, പിന്നെ എന്തെല്ലാം, ഈ എല്ലാ ഡിവൈസസിലും ഇലക്ട്രിക്കൽ എനർജിക്ക് ഒരു പ്രത്യേകതരം ഫംഗ്ഷൻ ഉണ്ട് പെർഫോം ചെയ്യാൻ. സോ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ആ ഡിവൈസിൽ ഒരു എഫക്റ്റാണ് ഇലക്ട്രിക്കൽ എനർജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് മൈറ്റ് ബി ദ ഹീറ്റ് എഫക്റ്റ്, ഇറ്റ് മൈറ്റ് ബി ദ മെക്കാനിക്കൽ എഫക്റ്റ്, ഇറ്റ് മൈറ്റ് ബി ദി ലൈറ്റ് എഫക്റ്റ്. ഓക്കെ. സോ ഇങ്ങനെ ഒരുപാട് എഫക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സോ ഫസ്റ്റ് തിങ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഇലക്ട്രിക് കറണ്ട്. Among those we use in daily life, which are the devices that give a heating effect of electric current? So electric current heating effect തരുന്ന ഡിവൈസസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, ഡിവൈസസ് എന്തൊക്കെയാണെന്നാ ചോദ്യം ഡെയിലി ലൈഫിൽ. സോ പലതരത്തിലുള്ള ആർട്ടിക്കിൾസ്, ഒബ്ജക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക് അയൺ. അതുകൂടാതെ നമ്മൾ ആൾറെഡി കണ്ടു ഓവൻ, ഇലക്ട്രിക് ഓവൻ. പിന്നെ ഇലക്ട്രിക് സ്റ്റൗ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ കണ്ടു. അതിനകത്ത് ഹീറ്റിംഗ് എഫക്റ്റ് അത്. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഡെയിലി ലൈഫിൽ സോൾഡറിങ് അയൺ ഡെയിലി ലൈഫിൽ കാണുന്നതൊന്നുമല്ല, എന്നാലും നിങ്ങൾ സോൾഡറിങ് അയൺ കണ്ടിട്ടുണ്ടോ? അതായത് ഈ മദർ ബോർഡൊക്കെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, മെറ്റലിനെ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. ലാബിലൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഈ സോൾഡറിങ് പർപ്പസൊക്കെ. സോ സോൾഡറിങ് അയണിനകത്ത് ഇതാണ് ഉപയോഗിക്കുന്നത്. അത് വേണ്ട, വാട്ടർ ഹീറ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ? വീട്ടിലെ വാട്ടർ ഹീറ്റർ റോഡ് ഹീറ്ററും ഉണ്ട്, അല്ലാത്ത ഹീറ്ററും ഉണ്ട്. സോ രണ്ട് ഹീറ്ററിലായാലും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റാണ്. സോ വാട്ടർ ഹീറ്റർ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണും.
ഓവൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണും, സ്റ്റൗ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണും, ഇലക്ട്രിക് അയൺ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണും. ഇവിടെ എല്ലാം നമ്മൾ ഹീറ്റ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്, ഹീറ്റ് ഇലക്ട്രിക് എഫക്റ്റ്. സോ ആ ഹീറ്റ് എഫക്റ്റിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ബ്രെഡ് ടോസ്റ്റർ, അതിനകത്ത് ഇതേ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഹൗ ഡസ് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ് എനർജി ഇൻ സച്ച് ഡിവൈസസ്? സോ ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ്. അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ്, ഒന്ന് നിക്രോം വയർ വേണം ഓഫ് അപ്രോക്സിമേറ്റ്ലി ലെങ്ത് 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ നീളമുള്ള നിക്രോമിൻ്റെ വയർ വേണം. 6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററി വേണം, 6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററി വേണം. കണക്ഷൻ വയർ വേണം. സോ ഇതിൻ്റെ ഒരു എൻഡ് തൊട്ട് രണ്ട് എൻഡ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള കണക്ഷൻ വയർ വേണം. പിന്നെ ഒരു സ്വിച്ച് വേണം, അതായത് വേണമ്പോൾ ഓണും ഓഫും ആക്കാനുള്ള സ്വിച്ച് വേണം. അത് കഴിഞ്ഞ് ഇങ്ങനെ നിങ്ങൾ സീരീസ് ആയിട്ട് അങ്ങ് കണക്ട് ചെയ്താൽ മതി. സോ ബാറ്ററി ഉണ്ട്, ബാറ്ററിയുടെ രണ്ട് സൈഡിൽ നിന്ന് കണക്ഷൻ വയർ കൊടുത്തിട്ട് നിക്രോം വയർ എടുത്ത് കൊടുക്കുക. സോ ഹൗ ഡസ് ദ നിക്രോം വയർ ബിക്കം റെഡ് ഹോട്ട്? സോ ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് റെഡ് ഹോട്ട് കളറായി മാറും കറണ്ട് പാസ് ചെയ്യുമ്പോൾ. How does the nichrome wire becomes red hot while passing electricity through the circuit? So ഈ സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ നിക്രോം വയർ ഒരു നല്ലോണം പഴുത്ത് it become reddish color. How? Analyze this based on the concept that energy can neither be created nor be destroyed. It can only be converted from one form to another form. So this is known as actually the law of conservation of energy. So previous classes like നമ്മൾ പഠിച്ചിട്ടുണ്ട് law of conservation of energy. So law of conservation of energy says energy can neither be created, energy can neither be destroyed. So energy, the concept says that energy can neither be created nor be destroyed, but only it can be converted from one form to another. So that is known as law of conservation of energy. Fine. So the same concept ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇവിടെ നിക്രോം റെഡിഷ് കളർ ആവുകയാണെങ്കിൽ സം വേ ദിസ് ഇലക്ട്രിസിറ്റി എനർജി ഈസ് യൂസ്ഡ് ദെയർ. സോ ഇൻ ദിസ് കേസ് വിച്ച് ഫോം ഓഫ് എനർജി വാസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി? സോ വിച്ച് ഫോം ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ്? ഇലക്ട്രിക്കൽ എനർജി. സോ electric energy is converted into heat energy here. Okay. How does this energy change occur? ഈ എനർജി ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ആക്ച്വലി നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഒരു കൺസെപ്റ്റാണ്. സോ ലെറ്റ് അനലൈസ് ബൈ എക്സാമിനിങ് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട്. സോ ഈ സർക്യൂട്ടിനകത്ത് കറണ്ടും വോൾട്ടേജും നമ്മൾ നോക്കാൻ പോവാണ്. സോ വി ക്യാൻ മെഷർ ദ വോൾട്ടേജ് ബൈ കണക്റ്റിംഗ് നൈക്രോം വയറിൻ്റെ അറ്റ് ദ എൻഡിൽ നമ്മളൊരു വോൾട്ട് മീറ്റർ എടുത്ത് കണക്ട് ചെയ്യുകയാണ്. സോ വി എന്ന് പറയുന്ന ഒരു വോൾട്ട് മീറ്റർ ആണ് ഈ വയറിൻ്റെ രണ്ട് എൻഡിലും കൊടുത്തിരിക്കുക. ഓക്കെ. സോ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ആണ്. ഇതെന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതെന്ന് പറയുന്നത് എൻഡിങ് പോയിന്റ് ആണ്. വി ആൻഡ് ദ കറണ്ട് ത്രൂ ഇറ്റ് യൂസിങ് ആൻ അമ്മീറ്റർ. സോ അമ്മീറ്റർ ഉപയോഗിച്ച് ഇതിനകത്തുള്ള കറണ്ട് നമ്മൾ മെഷർ ചെയ്യാൻ പോവുകയാണ്. വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ പൊട്ടൻഷ്യൽ അല്ല ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ട് ഓഫ് ദിസ് സർക്യൂട്ട്, ഈ ഒരു ഏരിയയിലെ സർക്യൂട്ടിൻ്റെ വോൾട്ട് ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യാൻ പോവാം. ഓക്കെ. സോ ഇഫ് ദി അമ്മീറ്റർ ഷോസ് എ കറണ്ട് I ampere on applying a potential difference of V. So current I on applying a potential difference of V. So current I ആണ്, potential difference V ആണ്. Ammeter shows a current of I, a potential difference of V across the resistor of resistance R. So here ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് R ആയിട്ടും ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ട് എന്ന് പറയുന്നത് വി ആയിട്ടും ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ, സോ ഈ ഒരു ഇക്വേഷൻ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. സോ എന്താണ്? വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ് ഇക്വേഷൻ. നമ്മൾ അതിനകത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ. സോ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ് നമുക്കറിയാം. ക്യൂ ബൈ ടി എന്ന് വെച്ചാൽ ക്യൂ എന്ന് പറയുന്നത് ചാർജ്, ടി എന്ന് പറയുന്നത് ടൈം. സോ കറണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ ഒരു കണ്ടക്ടറിനകത്തൂടെ പാസ് ചെയ്യുന്ന ചാർജിൻ്റെ അളവാണ് ആക്ച്വലി ഈ കറണ്ട് എന്ന് പറയുന്നത്. ദെൻ ദ ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ് ക്യൂ
is equal to IT Coulomb alle. IT Coulomb ആണ്. Coulomb is the unit of charge. So the potential difference between the 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to another. So ഇവിടെ പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റ് വരെ ചാർജിനെ മൂവ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. So the potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to another. So ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെ ഒരു ചാർജ് മൂവ് ചെയ്യുക. 1 coulomb of charge മൂവ് ചെയ്യാൻ 1 joule of work. So വർക്ക് മെഷർ ചെയ്യുന്നത് കലോറി അല്ലെങ്കിൽ ജൂളിലാണ്. സോ 1 joule of വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ് ബിറ്റ്വീൻ ദോസ് 2 പോയിന്റ്സ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് കേട്ടിരുന്നാൽ മതി. നമ്മൾ കടന്നു വരുന്നത് ആക്ച്വലി VI എന്ന് പറയുന്ന ഈക്വേഷനകത്തോട്ടാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് വറി, ലെറ്റ്സ് സീ വാട്ട്സ് ദെയർ ഇൻ ദ ചാപ്റ്റർ. സോ 1 joule of work is required to move 1 coulomb of charge under 1 volt potential difference. സോ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ 1 coulomb ഓഫ് ചാർജിന് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് മൂവ് ചെയ്യാൻ 1 joule ഓഫ് വർക്ക് വേണം എന്നാണ് പറയുന്നത്. ഹെൻസ് ദ വർക്ക് W to be done to move 1 coulomb of charge under a potential difference V, that is W is equal to V joule. Clear? So work എന്ന് പറയുന്നത് W ആണ്. Hence the work W to be done to move 1 coulomb of charge under potential difference V, that is W is equal to V joule. If so, the work to be done to move a charge Q under the potential difference V, W is equal to QV. So Q എന്ന് പറയുന്നത് 1 coulomb of charge ആണ്. സോ Qനെ മൂവ് ചെയ്തു. V is the potential energy ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ വർക്ക് കിട്ടും. So the work required for moving electrical charge through a conductor is done by the battery connected to the circuit. So battery ആണ് ആ വർക്ക് പെർഫോം ചെയ്യുന്നത്, അതിനകത്തുള്ള ചാർജ് വെച്ച്. So the power P supplied by the battery to the circuit in a time t second, that is P is equal to W by T. So that work by time ആണ് ഈ പവർ എന്ന് പറയുന്നത്. പവറിനെ നമ്മൾ ആ വർക്കിന് വേണ്ടി യൂസ് ചെയ്തു. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇക്വേഷൻ ഓഫ് വർക്ക്, ഡബ്ല്യൂക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യൂക്ക് പകരം QV എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്ത് കൊടുത്താൽ P is equal to QV by T എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, P is equal to QV by T. ആൾറെഡി നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കറണ്ട് I എന്ന് പറയുന്നത് Q by T ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ Q by Tക്ക് പകരം നിങ്ങൾക്ക് I ഇട്ട് കൊടുക്കാൻ പറ്റും. സോ P പവർ, ആ ബാറ്ററിയിൽ നിന്നെടുത്തുള്ള പവർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു VI ആണെന്നായി പറയാം. ഓക്കെ, so therefore the energy supplied by the battery to the circuit in t second, so PT, that is VIT. So for t time, t seconds, the energy supplied by the battery എന്ന് പറയുന്നത് P into T, that is VI into T. So the electrical energy expanded by the battery in the circuit containing the nichrome wire, that is converted into heat. സോ ഈ സർക്യൂട്ടിനകത്ത് കൊടുത്തിട്ടുള്ള നിക്രോം വയർ ഈ ഇലക്ട്രിക്കൽ എനർജി കടന്നു പോകുമ്പോൾ അവൻ എക്സ്പാൻഡ് ചെയ്യും, അതാണ് ഈ ഹീറ്റായി മാറുന്നത്. സോ ദ ഹീറ്റ് ഈസ് ഡെവലപ്ഡ് സിൻസ് എ കറണ്ട് ഈസ് അവൈലബിൾ ഇൻ ദ സർക്യൂട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വോൾട്ടേജ് അപ്ലൈഡ്. സോ ഇതിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനനുസരിച്ചാണ് ആക്ച്വലി ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്. So if so, why did the nichrome wire in the circuit alone become red hot? എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ സർക്യൂട്ടിനകത്ത് നിക്രോം വയർ ഇത്രയും ഹോട്ടായി, ഇതൊന്നും ഹോട്ടായില്ല? ഫൈൻ, ലെറ്റ്സ് എക്സാമിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ചേഞ്ചിങ് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നതിൽ റെസിസ്റ്റൻസിന്റെ പങ്ക് എന്താണെന്നാണ് ചോദ്യം. സോ അക്കോർഡിംഗ് ടു ഓംസ് ലോ സേസ് ദാറ്റ് V is equal to IR. സോ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് സർക്യൂട്ട് ആണ്. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് H is equal to VIT,
സോ വി ഈസ് ഈക്വൽ ടു IR ഉണ്ട് ഇവിടെ. സോ H ഈസ് ഈക്വൽ ടു IT അതുപോലെ എഴുതി, വിക്ക് പകരം നമുക്ക് IR എടുത്ത് എഴുതി, IR IT. സോ I ഉണ്ട് ഒരേ I ആണ്, I ഇൻറ്റു I സ്ക്വയർ, R അതുപോലെ എടുത്ത് എഴുതി T. സോ H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT. So from this it can be understood why the nichrome wire alone become red hot. This process by which heat is developed in a circuit on passing current through it is known as Joule heating or ohmic heating. So Joule heating or ohmic heating എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സർക്യൂട്ടിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹീറ്റ് ഫോം ചെയ്യും. അതിനെയാണ് ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഹീറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ I²RT ചെയ്താൽ മതി. ഓക്കെ, haven't you understood the factors influence the heat developed when the current passes through a conductor? സോ ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിനനുസരിച്ച് അവിടെ ഹീറ്റ് എനർജി ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ ജൂൾസ് ലോ സേസ് ദാറ്റ് the heat generated in a current carrying conductor is directly proportional to the product of square of the current in the conductor, resistance of the conductor and the time of flow of current. So H is directly proportional to I²T. H is directionally proportional to I²RT. R is the resistance, I is the electric current, H is the heat produced, T is the time duration to which. So H is equal to I²RT joules. Joules എന്ന് പറയുന്നതാണ് ഹീറ്റിൻ്റെയും യൂണിറ്റ്. So I is the current, R is the resistance, T is the time in seconds. ക്ലിയർ? സോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഒന്ന്, ജൂൾസ് ലോ നിങ്ങൾക്ക് ഓർത്തിരിക്കണം. എക്സാമിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൾസ് ലോ ഇവിടെ സംഭവിച്ചത് എന്തുവാണെന്ന് വെച്ചാൽ ഡെറിവേഷൻ ഓഫ് ജൂൾസ് ലോയാണ് നമ്മളിവിടെ ചെയ്തത്. ജൂൾസ് ലോ ഡിറൈവ് ചെയ്യുക. ഓംസ് ലോ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഓംസ് ലോ എന്ന് പറയുന്നത് വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു IR ആണ്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസും I എന്ന് പറയുന്നത് കറണ്ടുമാണ്. ഈസ് ദാറ്റ് ഓക്കെ? ക്ലിയർ? ഇനി ഇവിടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആൻഡ് ജൂൾസ് ലോ. So the English scientist James Prescott Joule, born 1818, conducted studies about the salient features of heat energy and about the mechanical movements caused by the heat. He became famous for his two laws related to the magnitude of heat due to current and how the energy of gas influences the pressure, volume and the temperature. രണ്ടും പുള്ളി സ്റ്റഡീസ് നടത്തി. ജൂളാണ് ഈ തിയറിയും കൊണ്ട് വന്നത്. ഓക്കെ, സോ ഇവിടെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ജൂൾസ് ലോ. ജൂൾസ് ലോ നമുക്കറിയാം H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I²RT ഓർ H എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു I²RT നമ്മളങ്ങ് എഴുതിയിരുന്നാൽ മതി. സോ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ 2R ആയിക്കഴിഞ്ഞാൽ കറണ്ട് I തന്നെയാണ്, ടൈം T തന്നെയാണ്, ഹീറ്റ് ജനറേറ്റഡ് 2. സോ റെസിസ്റ്റൻസ് R 2 ആകുമ്പോൾ 2 ഇൻറ്റു I²RT ആവും, 2 ഇൻറ്റു I²RT ആവും. ഓർ ഹീറ്റ് 2H ആയി മാറും. നോർമൽ അല്ലേ? നോർമലായിട്ട് ചിന്തിക്കാനാണ്. ഇവിടെ റെസിസ്റ്റൻസ് R തന്നെയാണ്, ബട്ട് കറണ്ട് 2I ആയി T ആയി. സോ കറണ്ട് 2I ആകുമ്പോൾ എന്തോ പറ്റും? സോ ഐക്ക് പകരം 2I കൊടുത്തു കഴിഞ്ഞാൽ അത് 4I² ആയി മാറും. ഇതിനകത്ത് 2I കൊടുത്താൽ 2ൻ്റെ സ്ക്വയർ 4 ആവും, I² ആയിട്ട് വരും, RT വരും. ഓക്കെ, സോ 4 ഇൻറ്റു H വരും അവിടെ. മനസ്സിലാവുന്നോ? 4H ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നതോ 4I²RT ആയിരിക്കും. ഇനി R എന്ന് പറയുന്നത് R/2 ആയി, I തന്നെയാണ്, T തന്നെയാണ്. സോ R/2 ആയി കഴിഞ്ഞാൽ 1/2 ഇൻറ്റു I²RT ആവും. സോ ഹാഫ് ആയി മാറും. സോ ഇവിടെ 1/2 ഇൻറ്റു I²RT ആണ്, അതായത് H/2 ആവും. ഇനി R ഐക്ക് പകരം I/2ഉം T ആണെന്ന് വെച്ചോ. സോ I/2ന് ഐക്ക് പകരം I/2 കൊടുത്താൽ എന്താ വരും? I²/2
2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആവും ഇൻറ്റു ആർ ഇൻറ്റു ടി. സോ 1/4 ആവും. 1/4 ഐ സ്ക്വയർ ആർ ടി ആവും, ഓർ h/4 ആയി മാറും. ശരിയല്ലേ? ഇനി ആർ തന്നെ, ഐ തന്നെ, ടൈം 2 ആയി. സോ ടൈം ടിക്ക് പകരം 2 വന്നു കഴിഞ്ഞാൽ അത് 2 ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി ആയി മാറും. അതായത് 2h അഗെയിൻ ട്വൈസ് ആണ്. ആർ തന്നെ, ഐ തന്നെ, ടി ഹാഫ് ആയി മാറിക്കഴിഞ്ഞാൽ അഗെയിൻ സെയിം പ്രിൻസിപ്പിൾ, ഹാഫ് ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി വരും. അതായത് h/2 ആയി. സോ ഇവിടെ ഹാഫ് ആണ്, ഇവിടെ ട്വൈസ് ആണ്, ഇവിടെ ക്വാർട്ടർ ആണ്, ഇവിടെ ഹാഫ് ആണ്, ഇവിടെ 4 ടൈംസ് ആണ്. ടേബിൾ ഫില്ല് ചെയ്തോ? So analyze the table and find out the factors that influence heat the most. ഹീറ്റിനെ മോസ്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കറണ്ട് തന്നെയാണ്. കാര്യം കറണ്ട് ഒരു സ്ലൈറ്റ് ചേഞ്ച് വന്നാൽ അതിൻ്റെ സ്ക്വയർ ചേഞ്ച് അവിടെ വരുന്നത്. അപ്പോൾ കറണ്ട് ഒരു വലിയ ഫാക്ടറാണ് അവിടെ. ദർ ഈസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, കറണ്ട് ഐ, അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഐ സ്ക്വയർ ആർ ടി. ഐ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. OHM ഓം ആണ്. ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ കറണ്ട് ആണ് ഇവിടെ മോസ്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഡോണ്ട് യു നൗ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ചേഞ്ച് ഇൻ കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ദ ടൈം ഫോർ വിച്ച് ഇലക്ട്രിസിറ്റി ഫ്ലോ ഇൻഫ്ലുവൻസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെവലപ്ഡ്? യെസ്, ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. കറണ്ട് ചേഞ്ച് ആവുമ്പോൾ, റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ചേഞ്ച് ആകുമ്പോൾ, അതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ടൈം, എത്രത്തോളം ഡ്യൂറേഷനിലാണ് കടന്നു പോകുന്നത്, അത് ചേഞ്ച് ആകുമ്പോൾ, ഇതെല്ലാം നമ്മളുടെ ഹീറ്റ് എനർജി ഫോം ചെയ്യുന്നതിന് ഒരു ഫാക്ടറാണ്. അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സിൽ ഒന്നാണ് ഈ 3 കാര്യങ്ങൾ. പല ഫാക്ടേഴ്സിൽ ഉള്ളതാണ് ഈ 3 ഫാക്ടേഴ്സ്. ഓക്കെ, മനസ്സിലായോ? അടുത്തെന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പെരിമെൻ്റ് വെച്ച് നിങ്ങൾക്ക് ഈ ഐയും ആറും എല്ലാം ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കിക്കൂടെ നിങ്ങൾക്ക്? ആ എക്സ്പെരിമെൻറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത് എന്തൊക്കെയോ കുറച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. ഞാനത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം.